Hi all, welcome to XandY Learning. Okay, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് NSEJSലെ റീപ്രൊഡക്ഷൻ എന്നുള്ള ഒരു പാർട്ടാണ്. ഓക്കെ, റീപ്രൊഡക്ഷനിൽ എന്തൊക്കെയാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ളത്, അതേപോലെ തന്നെ അതെങ്ങനെയാണ് ചോദ്യങ്ങൾ നമ്മൾ ഇത് ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതിൽ നിന്നും കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ഏരിയാസ് അല്ലെങ്കിൽ ഒരുപാട് ടേംസ് നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, മനസ്സിലാക്കാനുണ്ട്. അത് ഇങ്ങനെ ഒരു ക്ലാസ് ആയിട്ട് എടുത്ത് തരിക എന്നുള്ളതിനപ്പുറത്ത് നിങ്ങൾ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചെയ്യുമ്പോൾ തന്നെ കുറച്ചും കൂടി ഒരു ആക്റ്റീവ് ലേണിംഗ് നടക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കുറേ അറിയുന്ന കാര്യങ്ങളുണ്ട്, കുറച്ചധികം അറിയാത്ത കാര്യങ്ങളും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഒരു ഹൈസ്കൂൾ ലെവലിൽ അറിയാത്ത കാര്യങ്ങളും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ രൂപത്തിൽ തന്നെ നിങ്ങൾ അതിനെ മനസ്സിലാക്കുക. ഏതെങ്കിലും അറിയാത്ത ടേംസ് കാണുമ്പോഴേക്ക് ആകെ അങ്ങ് പിന്നെ പാനിക് ആവുമല്ല വേണ്ടത്. ബട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആ ടേംസ് ഒന്ന് എഴുതി വെക്കുക. അതിന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പറയുന്ന അതിൻ്റെ ഡെഫിനിഷൻസ് അല്ലെങ്കിൽ അതെന്താണ് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഇതൊരു പ്രോസസ് ഓഫ് ലേണിംഗ് ആണ്. ജസ്റ്റ് നമ്മളുടെ അറിവ് ചെക്ക് ചെയ്യാനുള്ള ഒരു കാര്യം മാത്രമല്ല, ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത് നിങ്ങൾക്കൊരു ആക്റ്റീവ് ലേണിംഗ് നടക്കാൻ കൂടിയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഓരോ ക്വസ്റ്റ്യൻസ് കാണുമ്പോഴും ഒന്ന് പോസ് ചെയ്ത് ആൻസർ കിട്ടുന്നുണ്ടോ എന്നൊന്നും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അത് കൃത്യമായി നോട്ട് ഡൗൺ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കുറച്ചുകൂടിയൊക്കെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. റീജനറേഷൻ ഇൻ ആനിമൽ കിങ്ഡം ഈസ് ഒബ്സർവ്ഡ് ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ആനിമൽസ്? ആനിമൽ കിങ്ഡത്തിലുള്ള റീജനറേഷൻ എവിടെയാണ് കാണുന്നത്? ഫ്രോഗ്, പ്ലനേറിയ, ബേർഡ്സ്, സ്നേക്സ്. ജസ്റ്റ് കുറച്ച് ചെറിയ രൂപത്തിലുള്ള ഒരു ധാരണയൊക്കെ ഉള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാവും ഏതാണ് റീജനറേഷൻ എന്ന് പറയുന്നത്. എവിടെയാണ് നമ്മൾ കാണുക? പ്ലനേറിയയിലാണ് കാണുക, അല്ലേ? പ്ലനേറിയ നമുക്കറിയാം. റീജനറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഓരോ ബോഡി പാർട്ടിൽ നിന്നും പുതിയൊരു ഓർഗാനിസം ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, ഇതാണ് ഒരു പ്ലനേറിയ. അതിൻ്റെ ഒരു ഹെഡ്, ആ ഹെഡ് ഭാഗം മാത്രം എന്ത് ചെയ്യുന്നു, അതും പിന്നെ ഒരു ഫ്രാഗ്മെൻ്റായി ആ ഫ്രാഗ്മെൻറ്റിൽ നിന്ന് ഹെഡ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് മാത്രമായിട്ടൊരു പ്ലനേറിയ വീണ്ടും ഉണ്ടാവുന്നു. അല്ലെങ്കിൽ ടെയിലാണെങ്കിൽ ടെയിലിൽ നിന്ന് മാത്രമായി ഒരു പ്ലനേറിയ വീണ്ടും ഉണ്ടാവുന്നു. അല്ലെങ്കിൽ മിഡിൽ പീസ് ആണെങ്കിൽ, മിഡിൽ പാർട്ടാണെങ്കിൽ അതിൽ നിന്ന് മാത്രമായൊരു പ്ലനേറിയ വീണ്ടും ഉണ്ടാവുന്നു. ഇങ്ങനെ ഒരു ബോഡി പാർട്ട് വീണ്ടും റീജനറേറ്റ് ചെയ്ത് ഒരു ഫുൾ ഓർഗാനിസം ആകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? റീജനറേഷൻ എന്ന് പറയുക. ഇതേപോലെ വേറൊരു കാര്യം കൂടിയുണ്ട്. നിങ്ങൾ ഇതിനോട് കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു കാര്യമാണ് ഫ്രാഗ്മെന്റേഷൻ, അല്ലേ? നമ്മൾ ഫ്രാഗ്മെന്റേഷൻ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഫ്രാഗ്മെന്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഫ്രാഗ്മെന്റ്, ഒരു കഷ്ണം, ആ കഷ്ണം വീണ്ടും ഒരു ഓർഗാനിസം ആകുന്നതിനാണ് ഫ്രാഗ്മെന്റേഷൻ എന്ന് പറയാം. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഇത് രണ്ടും ഒന്നല്ലേന്ന്. ഫ്രാഗ്മെന്റേഷനും റീജനറേഷനും ഒന്നല്ല. കാരണം എന്താ ചോദിച്ചാൽ, ഫ്രാഗ്മെന്റേഷനിൽ നമുക്ക് ഒരു വെൽ ഡെവലപ്ഡ് ഓർഗാനിസം അല്ല കാണാൻ പറ്റുക. ഒരു വെൽ ഡെവലപ്ഡ് ഓർഗാനിസം അല്ല അതിൽ ഹെഡ് അങ്ങനെ ഒരു ബോഡി പാർട്ട് എന്ന് പറയാനൊന്നും ഉണ്ടാവില്ല. അതൊരു സിമ്പിൾ ഓർഗനൈസേഷൻ ആയിരിക്കും. ആ സിമ്പിൾ ഓർഗനൈസേഷൻ്റെ ഒരു ഫ്രാഗ്മെന്റ്, അത് ഇന്ന സ്ഥലം, ഇന്ന ബോഡി പാർട്ട് എന്നൊന്നും പറയാൻ പറ്റില്ല. ഒരു കഷ്ണം, ആ കഷ്ണത്തിൽ നിന്ന്, അതാണ് ഫ്രാഗ്മെന്റ് എന്ന് പറയാം. ആ ഫ്രാഗ്മെന്റിൽ നിന്നും പുതിയൊരു ഓർഗാനിസം ഉണ്ടാകുന്നതാണ് ഫ്രാഗ്മെന്റേഷൻ. ബട്ട് കമ്മിങ് ടു റീജനറേഷൻ വരുമ്പോൾ കുറച്ചുകൂടി ഡെവലപ്ഡ് ഓർഗാനിസം, കുറച്ചുകൂടി ഡിഫറൻഷിയേഷൻ നടന്നിട്ടുള്ള ഓർഗാനിസംസിൽ അതിലെന്തുണ്ടാകും? ബോഡി പാർട്സ് പോലെയുള്ള, അല്ലെങ്കിൽ ഇപ്പോൾ ഹെഡ്, ടെയിൽ എന്നൊക്കെ പറയാൻ പറ്റുന്ന അങ്ങനെയുള്ള പാർട്ടിൽ നിന്നും ഉണ്ടാകുന്നതിനാണ് റീജനറേഷൻ എന്ന് പറയാം. രണ്ടും ഒരു കഷ്ണത്തിൽ നിന്ന് പുതിയ ഓർഗാനിസം ഉണ്ടാവുക തന്നെയാണ്. പക്ഷേ ഫ്രാഗ്മെന്റേഷനിൽ വളരെ സിമ്പിൾ ബോഡി ഡിസൈൻ ആയിരിക്കും. അതിൽ പ്രത്യേകിച്ച് ഡിഫറൻഷിയേറ്റഡ് ആയിക്കൊണ്ട് ഹെഡ്, ടെയിൽ എന്നൊന്നും പറയാനുണ്ടാവില്ല. ഒരു സിമ്പിൾ ഡിസൈനിൽ നിന്നും ഒരു ഫ്രാഗ്മെന്റിൽ നിന്നും ഒരു പിന്നെ ഓർഗാനിസം ഉണ്ടാകുന്നു. ദാറ്റ് ഈസ് ഫ്രാഗ്മെന്റേഷൻ. ബട്ട് കുറച്ചും കൂടി ഡെവലപ്ഡ് ആണെങ്കിൽ അതിൻ്റെ ഓരോ പാർട്ടിൽ നിന്നും ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ റീജനറേഷൻ എന്ന് പറയാം. റീജനറേഷൻ കാണുന്നതിൻ്റെ ഏറ്റവും നല്ലൊരു എക്സാമ്പിളാണ് പ്ലനേറിയ എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് റീജനറേഷൻ ആൻഡ് ഓൾസോ അബൌട്ട് ഫ്രാഗ്മെന്റേഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡ്യൂറിങ് എ സ്റ്റഡി, ഒരു സ്റ്റഡി നടത്തപ്പോൾ the number of cells was recorded to increase as follows. എന്താ? 64, 128, 256, 512, 1024. റൈറ്റ്, ദിസ് റെപ്രസെൻറ്റ്സ്, ഇതെന്താണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? അപ്പോൾ എന്താണ് നമ്മൾ ബഡ്ഡിങ്, മിയോസിസ്, ബൈനറി ഫിഷൻ, ഫ്രാഗ്മെന്റേഷൻ എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ നോക്കുക, ഇവിടെയുള്ള ഈ ഒരു പാറ്റേൺ എന്താണ്? 64ഉം 128ഉം എന്തെങ്കിലും ബന്ധമുണ്ടോ? നമുക്കറിയാം 64ൻ്റെ നേരെ ഇൻറ്റു 2 ആണ് 128, 128 ഇൻറ്റു 2 ആണ് 256, 256 ഇൻറ്റു 2 ആണ് 512, അല്ലേ? അപ്പോൾ ആ രൂപത്തിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം ഇരട്ടിയാവുകയാണ്, അല്ലേ? 1, 2 ആവാണ്. 1, 2 ആവുന്ന ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ ഏതാണ്? ബഡ്ഡിങ് ആണോ, മിയോസിസ് ആണോ, ബൈനറി ഫിഷൻ ആണോ, ഫ്രാഗ്മെന്റേഷൻ ആണോ? നമുക്കറിയാം ആ പേരിൽ തന്നെ ഉണ്ട്, അല്ലേ? ബൈനറി ഫിഷൻ.
ദാറ്റ് ഈസ് അല്ലേ, ബഡിങ് ഒക്കെ ഒന്നിൽ വേറെ ബഡ് ഉണ്ടായി അങ്ങനെ അങ്ങനെ ഒന്നിൽ കൂടുതലൊക്കെ ഉണ്ടാവും. ബട്ട് ബൈനറി ഫിഷൻ എന്ന് പറയുന്നത് അതെന്താണ്, ഒരു ഓർഗാനിസം രണ്ടായിട്ട് മാറുക എന്നുള്ളതാണ് അല്ലേ. ദ സെൽ ഗ്രോത്ത് പാറ്റേൺ 64, 128, 256 ആ ഒരു പാറ്റേൺ റെപ്രസെന്റ് ബൈനറി ഫിഷൻ, എ പ്രോസസ് വേർ ഈച്ച് സെൽ ഡിവൈഡ്സ് ഇൻടു ടു റിസൾട്ടിങ് ഇൻ an exponential cell population growth അല്ലേ. This pattern is a form of exponential growth where the cell number doubles with each division. ഓരോ ഡിവിഷനിലും സെൽ മെംബ്രെയിൻ എന്ത് ചെയ്യും, ഡബിൾ ചെയ്യും, which is characteristic of binary fission. അതൊരു ബൈനറി ഫിഷന്റെ ക്യാരക്ടറിസ്റ്റിക് ആണ്. ഓക്കെ, next question. Of these following, combination of process related to sexual reproduction ആണ്. ഇതിൽ ഏതാണ് സെക്ഷൽ റീപ്രൊഡക്ഷനുമായിട്ട് റിലേറ്റഡ്? ഈ പറഞ്ഞ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തൊക്കെ കുറച്ചും കൂടി സിമ്പിൾ ക്വസ്റ്റൻ ആണ് കേട്ടോ. കോൺജുഗേഷൻ, ഫ്രാഗ്മെന്റേഷൻ, ഗാമിഡ് ഫോർമേഷൻ, സൈഗോട്ട് അല്ലേ. ഇതിൽ സെക്ഷൽ റീപ്രൊഡക്ഷനായിട്ട് ബന്ധപ്പെട്ട് എന്താ നമുക്ക് ഓരോ നോക്കാം. സൈഗോട്ട് ഒബ്വിയസ്ലി സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്, ഫസ്റ്റ് സെല്ലാണ്, അത് നമുക്കറിയാം. ഗാമേറ്റ് ഫോർമേഷൻ ഇല്ലെങ്കിൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇല്ല. ഫ്രാഗ്മെന്റേഷൻ ഇല്ല, അതൊരു അസെക്ഷൽ റീപ്രൊഡക്ഷൻ മെത്തേഡാണ് അല്ലേ. പിന്നെ ഉള്ളത് കോൺജുഗേഷൻ ആണ്. ഇതാണ് കുറച്ചെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുള്ളത് അല്ലേ, ഒരു കുറച്ചെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുള്ളതാണ്. കോൺജുഗേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ബാക്ടീരിയാസിലൊക്കെ കാണുന്ന ജനറ്റിക് ഇൻഫർമേഷൻസ് പരസ്പരം ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു മിനിമൽ ലെവൽ ഓഫ്, അല്ലെങ്കിൽ ഒരു ഏറ്റവും ചെറിയ ലെവൽ ഓഫ് സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് കോൺജുഗേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതും ഒരു തരത്തിൽ സെക്ഷൽ റീപ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട തന്നെയാണ്. സോ 1, 3 and 4 ഈസ് ദ കറക്റ്റ് ആൻസർ. 1, 3 and 4 ആണ് കറക്റ്റ് ആൻസർ. കോൺജുഗേഷൻ ദിസ് എ ഫോം ഓഫ് സെക്ഷൽ റീപ്രൊഡക്ഷൻ, മെയിൻലി യൂണിസെല്ലുലാർ ഓർഗാനിസം ലൈക്ക് പാരമേഷ്യം ആൻഡ് ബാക്ടീരിയ. പാരമേഷ്യം, ബാക്ടീരിയ ഒക്കെ പോലെയുള്ള യൂണിസെല്ലുലാർ ഓർഗാനിസത്തിലാണ് ഈ കോൺജുഗേഷൻ കാണാൻ പറ്റുക. ഇറ്റ് ഇൻവോൾവ്സ് എക്സ്ചേഞ്ച് ഓഫ് ജനറ്റിക് മെറ്റീരിയൽ ബിറ്റ്വീൻ two organism before reproduction അല്ലെ. എക്സ്ചേഞ്ച് ഓഫ് ജനറ്റിക് മെറ്റീരിയൽ നടക്കുന്നത് കോൺജുഗേഷൻ വഴിയാണ്. ഫ്രാഗ്മെന്റേഷൻ നമുക്കറിയാം, ഫ്രാഗ്മെന്റ് ആയി മാറുക. സ്പൈറോഗേറിയയിലും പിന്നെ ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. പ്ലനേറി അല്ല, പ്ലനേറിയ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അല്ലേ. ഓക്കെ, സ്പൈറോഗേറിയയിൽ നമുക്ക് കാണുന്നതാണ്. പിന്നെ ഫ്രാഗ്മെന്റേഷൻ എന്ന് പറയുന്നത് ഒരു ഫ്രാഗ്മെന്റിൽ നിന്നും പുതിയ ഓർഗാനിസം ഉണ്ടാകുന്നത്. ഓക്കെ, ഇനി ഗാമേറ്റ് ഫോർമേഷൻ നമ്മൾ പറഞ്ഞു, കീ സ്റ്റെപ്പ് ഇൻ സെക്ഷൽ റീപ്രൊഡക്ഷൻ. മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമേറ്റ്സ്, സ്പെർമും എഗ്ഗും ഒക്കെ ഫോം ചെയ്യുന്നത് മിയോസിസ് വഴിയാണ്. സൈഗോട്ട് ഫോർമേഷൻ ഒബ്വിയസ്ലി നമുക്കറിയാം, ഫസ്റ്റ് സെൽ ഫോംഡ് ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ. ഗാമേറ്റ് ഫ്യൂസ് ചെയ്തതിന് ശേഷം ഫസ്റ്റ് സെൽ ഉണ്ടാവുന്നതിനാണ് നമ്മൾ സൈഗോട്ട് ഫോർമേഷൻ എന്ന് പറയാം. ഇനി അടുത്തത് നമുക്ക് ഒരു കൃത്യമായ കുറച്ചൊരു ഓവർ ആയിട്ട് നമ്മൾ പുറത്തുനിന്ന് റീഡ് ചെയ്യുകയാണെങ്കിൽ മാത്രം ആൻസർ ചെയ്യാൻ പറ്റാൻ സാധ്യതയുള്ളതാണ്. ഇൻ ടേപ്പ് ഗ്രാസ് അല്ലേ, ഫാലിസ്നേറിയയിൽ both male and female flowers break from plant X ആണോ? Only female flowers break from X plant while the male flowers are brought to the water surface by long stalks. ഇനി only male flowers break from plant and reach to the surface. Male flowers break ചെയ്തിട്ട് സർഫസിലെത്തും, while female flowers are brought to the surface by long pedicels അല്ലേ. നല്ല വലിയ സ്റ്റാക്സ് വഴി ആ ഒരു സർഫസിലേക്ക് ഫീമെയിൽ ഫ്ലവേഴ്സ് എത്തിയിട്ടുണ്ടാവും. എനി ഓഫ് ദി 2 ടൈപ്സ് ഓഫ് ഫ്ലവേഴ്സ് ക്യാൻ ബ്രേക്ക്, ഏതും ബ്രേക്ക് ചെയ്യാം എന്നുള്ളതാണ്. ആൻസർ ഈസ് നമുക്കറിയാം ഓപ്ഷൻ സി ആണ്. നമുക്കറിയാം ഇതാ പാലിസ്നേറിയയിൽ നമുക്ക് കാണാൻ പറ്റുന്നത് മെയിൽ ഫ്ലവേഴ്സ് ബ്രേക്ക് ചെയ്തിട്ട് അത് ഫ്ലോട്ട് ചെയ്യും. ഫീമെയിൽ ഫ്ലവേഴ്സ് ആണെങ്കിൽ അതെന്ത് ചെയ്യും, നേരത്തെ പറഞ്ഞ പോലെ സ്റ്റാക്ക് വഴി അതിൻ്റെ ഒരു സർഫസിലേക്ക് വരും. പാലിസ്നേറിയ വിച്ച് ഈസ് എൻ അണ്ടർ വാട്ടർ പ്ലാൻ. മെയിൽ ഫ്ലവേഴ്സ് ബ്രേക്ക് ഓഫ് ആൻഡ് പ്ലാൻ break off from plant and float to the water surface അല്ലേ, ആ ഫ്ലോട്ട് ചെയ്യും. the female flowers stay attached to the plant അല്ലേ, ഫീമെയിൽ ഫ്ലവേഴ്സ് ബ്രേക്ക് ചെയ്യില്ല, അത് അറ്റാച്ച് ടു ദ പ്ലാന്റ് ആണ്. but are brought to the surface by long stack അല്ലേ, ലോങ് സ്റ്റാക്സ് വഴി എന്ത് ചെയ്യും, സർഫസിലേക്ക് കൊണ്ടുവരും. pollination happens when the floating male flowers touch the female flowers on the water surface അല്ലേ. ആ ഒരു മെയിൽ ഫ്ലവേഴ്സ് ഫീമെയിൽ ഫ്ലവേഴ്സിലേക്ക് എത്തുമ്പോഴാണ് ആ ഒരു പോളിനേഷൻ സംഭവിക്കുക. ദിസ് പ്രോസസ് ഇസ് കോൾഡ് ഹൈഡ്രോഫിലി. ഹൈഡ്രോഫിലി എന്നാണ് നമ്മൾ പറയുക. ഈ ഒരു ടേം നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കുക. എന്താണ് ഈ പോളിനേഷൻ നടക്കുന്നത് ത്രൂ വാട്ടർ. പലതരത്തിലുള്ള പിന്നെ പോളിനേഷൻ മെത്തേഡ്സ് നമുക്കറിയാം അല്ലേ, ഇൻസെക്ട്സ് വഴി, അതേപോലെ തന്നെ പിന്നെ വിൻഡ് വഴി, അങ്ങനെ പല രൂപത്തിൽ എന്ത് ചെയ്യും പിന്നെ പോളിനേഷൻ നടക്കും. അതിൽ വെള്ളത്തിലൂടെ ഇങ്ങനെ ഈ പറഞ്ഞതുപോലെ ഒഴുകി വരുന്ന ഒരു പോളിനേഷനാണ് നമ്മൾ എന്ത് പറയുക, ഹൈഡ്രോ മീൻസ് എന്താണ്, വാട്ടർ അല്ലേ, ഹൈഡ്രോഫിലി. അപ്പോൾ ഹൈഡ്രോഫിലി എന്ന് പറയാൻ കാരണം അതാണ്. അപ്പോൾ ഹൈഡ്രോഫിലിക്കുള്ള എക്സാമ്പിൾ ചോദിച്ചാൽ നമുക്ക് ഈ എന്ത് പറയാൻ പറ്റും, വാലിസ്നേറിയ പറയാൻ പറ്റും അല്ലെ, ടൈപ്പ് ഗ്രാസ് പറയാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്രോസ് പോളിനേഷൻ. ക്രോസ് പോളിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ,
ഒരു പ്ലാന്റ് ഉണ്ട്, വേറൊരു പ്ലാന്റ് ഉണ്ട്, അവർ പരസ്പരം അങ്ങനെ ആ രൂപത്തിൽ ഒന്നിൽ നിന്ന് വേറൊന്നിലേക്ക് പോയിട്ട് പോളിനേഷൻ ചെയ്യുന്നതിനാണ് ക്രോസ് പോളിനേഷൻ എന്ന് പറയുക. ഒരേ പ്ലാന്റിൽ തന്നെയുള്ള മെയിൽ ആൻഡ് ഫീമെയിൽ പിന്നെ പോളിനേഷൻ നടത്തുന്നതാണ് സെൽഫ് പോളിനേഷൻ എന്ന് പറയാം. ഓക്കെ, ഇനി ക്രോസ് പോളിനേഷൻ ഓഫേഴ്സ് certain advantages as well as disadvantages to the plants. അത് ശരിയാണ്. Which of the following statement is not true about cross pollination? Cross pollination കുറിച്ച് ശരിയല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. It can fail to take place due to distance barrier. കാരണം ക്രോസ് പോളിനേഷൻ എന്നാൽ വേറെ വേറെ പ്ലാന്റ്സ് ആണ് അല്ലേ. അപ്പം പിന്നെ അത് എന്ത് ചെയ്യാൻ പറ്റും, പിന്നെ അത് ഫെയിൽ ചെയ്യാം, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ബാരിയർ കൊണ്ട് അത് മെയിൽ ഫീമെയിലേക്ക് എത്താതിരിക്കാം, അങ്ങനെയൊക്കെ സംഭവിക്കാം. ശരിയല്ലേ? ശരിയാണ്. കാരണം എന്താ, ഇത് ഈ പറഞ്ഞതുപോലെ ഒന്നുകിൽ വേറെ പ്ലാന്റ് അല്ലെങ്കിൽ പിന്നെ വേറൊരു ഫ്ലവറിലേക്കൊക്കെ പോകുന്നതാണ്. സെൽഫ് പോളിനേഷൻ ആകുമ്പോഴെന്താണ്, ഒരു ഫ്ലവറിൽ തന്നെ രണ്ടും ഉണ്ട്, അപ്പോൾ അവിടെ തന്നെ ആ ഒരു പോളിനേഷൻ നടക്കും, അപ്പോൾ അവിടെ ഡിസ്റ്റൻസ് ബാരിയർ ഇല്ല. പക്ഷേ മറ്റേതെന്ന് വെച്ചാൽ വേറെ വേറെ പ്ലാന്റ്സോ അല്ലെങ്കിൽ ഒരു പ്ലാന്റിൽ തന്നെ ഡിഫറെൻറ്റ് ഫ്ലവറൊക്കെ ആണെന്നുണ്ടെങ്കിലും അവിടെ എന്ത് സംഭവിക്കും, അവിടെ ഡിസ്റ്റൻസ് ബാരിയർ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇറ്റ് ഈസ് ലെസ് എക്കണോമിക് ബിക്കോസ് പ്ലാന്റ്സ് ഹാവ് ടു പ്രൊഡ്യൂസ് ലാർജ് നമ്പർ ഓഫ് പോളൻ ഗ്രെയിൻസ്. ലെസ് എക്കണോമിക് ആണ്. കാരണം എന്താ, ഇതിങ്ങനെ ഈ പലതും ഫെയിലായി പോകും, എല്ലാം പിന്നെ ഫീമെയിലേക്ക് എത്തിക്കൊള്ളുന്നില്ല അല്ലേ, പലതും ഫെയിലായി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ കുറേ എണ്ണം പ്രൊഡ്യൂസ് ചെയ്താൽ കുറച്ചെണ്ണേ എത്തുള്ളൂ. അപ്പോൾ അത് ശരിയാണ്, ലെസ് എക്കണോമിക് ആണ്. ഇറ്റ് ഈസ് ഓഫൻ ഗീവ് ഹൈ ഈൽഡ് ഓഫ് ക്രോപ്പ്, ഹൈ ഈൽഡ് ഓഫ് ക്രോപ്പ് നൽകും എന്നുള്ളതാണ്. പിന്നെ അത് ശരിയാണ്. കാരണം എന്താ, ഒരു ക്രോസ് ആയിട്ട് നടക്കുമ്പോഴാണ് ഈൽഡ് കൂടുക എന്നുള്ളത്. ഇറ്റ് ടേക്ക് പ്ലേസ് ഓൺലി ഇൻ മൊനീഷ്യസ് പ്ലാന്റ്സ്. അതാണ് തെറ്റ് അല്ലേ, അതാണ് ഇവിടെ നോട്ട് ട്രൂ ആണ് ചോദിച്ചിട്ടുള്ളത്. മൊനീഷ്യസ് പ്ലാന്റ്സിൽ മാത്രമല്ല, നമ്മൾ ഓരോന്നും പറഞ്ഞു. ഡിസ്റ്റൻസ് ബാരിയർ ലെസ് എക്കണോമിക് ആണെന്ന് പറഞ്ഞു. ഹൈ ഈൽഡ് അല്ലേ, ക്രോസ് പോളിനേഷൻ ഇൻക്രീസസ് ദ ജെനറ്റിക് വെറൈറ്റി, സോ ഹൈ ഈൽഡ് ഉണ്ടാവും. മൊനീഷ്യസ് പ്ലാന്റ്സ് എന്ന് പറയുന്നത് ശരിയല്ല, അത് മാത്രമാണെന്ന് പറയുന്നത് ശരിയല്ല. മൊനീഷ്യസിലും ഡെയ്ഷ്യസിലും നടക്കും അല്ലേ. മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവേഴ്സ് ഓൺ ദ സെയിം പ്ലാന്റ്, മെയ്സ് ഒക്കെ പോലെയുള്ളതിലും എന്ത് നടക്കും, ക്രോസ് പോളിനേഷൻ നടക്കും. അതേപോലെ തന്നെ മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവേഴ്സ് ഓൺ ഡിഫറെൻറ്റ് പ്ലാന്റ്സ്, പപ്പായയിലൊക്കെ ഉള്ളതുപോലെ ഡിഫറെൻറ്റ് പ്ലാന്റ്സിൽ മെയിൽ ആൻഡ് ഫീമെയിൽ ഉള്ളതിലും എന്ത് നടക്കും, ഈ പറഞ്ഞ പിന്നെ ക്രോസ് പോളിനേഷൻ നടക്കും. ഓക്കെ, യെസ്. നെക്സ്റ്റ് വൺ, ഇനി കുറച്ചൊരു ടേംസ് ആണ്, നിങ്ങൾക്ക് പരിചയം ഉണ്ടോ എന്ന് അറിയില്ല, നോക്കാം. മാച്ച് ദ കോളംസ് 1 and 2 ആൻഡ് ചൂസ് ദ കറക്റ്റ് കോമ്പിനേഷൻ ഫ്രം ദ ഓപ്ഷൻസ് ഗിവൻ. ഓക്കെ, കോളം 1 അപ്പോമിക്സിസ്, പോളിഎംബ്രിയോണി, അതുപോലെ തന്നെ പാർത്തനോകാർപ്പി, മാംഗോ, സീഡ്ലെസ് ഫ്രൂട്ട്, അസ്ട്രേഷ്യ. അപ്പം എന്താണ്, നമുക്ക് സ്ഥിരമായി കേൾട്ട് പരിചയം ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു ടേം ഉണ്ട്, പാർത്തനോകാർപ്പി. പാർത്തനോകാർപ്പിയൊക്കെ കുറേ പലപ്പോഴും ഈ ക്വിസുകൾക്കൊക്കെ വരുന്ന ഒരു കാര്യം കൂടിയാണ് പാർത്തനോകാർപ്പി. എന്താ പാർത്തനോകാർപ്പി എന്ന് പറഞ്ഞാൽ സീഡ്ലെസ് ഫ്രൂട്ട് ആണ് അല്ലേ. അപ്പോൾ പിന്നെ ആ രൂപത്തിൽ നമുക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. നമുക്കറിയാം പിന്നെ ഇതിൽ ഒന്ന് പാർത്തനോകാർപ്പി പറഞ്ഞാൽ സീഡ്ലെസ് ആയിട്ട് ഫ്രൂട്ട് ഫോം ചെയ്യുന്നുണ്ട്, ഡെവലപ്മെൻറ്റ് ഓഫ് ഫ്രൂട്ട് വിതൗട്ട് ഫെർട്ടിലൈസേഷൻ, സീഡ്ലെസ് ഫ്രൂട്ടാണ്. അതേപോലെ തന്നെ നമ്മൾ പഠിക്കേണ്ടുന്ന രണ്ട് ടേംസ് ആണ് അപ്പോമിക്സിസ് അല്ലേ. അപ്പോമിക്സിസ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ ഫോം ഓഫ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ വേർ സീഡ്സ് ആർ ഫോം വിതൗട്ട് ഫെർട്ടിലൈസേഷൻ. സീഡ്സ് ഫോം ചെയ്യുന്നുണ്ട്, ഇവിടെ സീഡ് തന്നെ ഇല്ല. ഇവിടെ പാർത്തനോകാർപ്പിയിൽ സീഡ് തന്നെ ഇല്ല, പക്ഷെ അപ്പോമിക്സിസിൽ സീഡ് ഉണ്ട്, ബട്ട് വിതൗട്ട് ഫെർട്ടിലൈസേഷൻ സീഡ് അങ്ങ് ഡെവലപ്പ് ആവുകയാണ് ചെയ്യുക അല്ലേ. അപ്പം അങ്ങനെയുള്ളതും ഉണ്ട്, അത് നമ്മൾ മനസ്സിലാക്കിയ അസ്ട്രേഷ്യ ആണ്. അതേപോലെ പോളിഎംബ്രിയോണി എന്ന് പറഞ്ഞാൽ മോർ ദാൻ 1 എംബ്രിയോ ഡെവലപ്പ് ഇൻ എ സിംഗിൾ സീഡ്, ഒരു സീഡിൽ തന്നെ മോർ ദാൻ 1 എംബ്രിയോ അല്ലേ. പോളി മീൻസ് മോർ ദാൻ 1 അല്ലേ, എംബ്രിയോണി അല്ലേ, ഡെവലപ്മെൻറ്റ് ഓഫ് എംബ്രിയോ. അപ്പം പോളി എംബ്രിയോണി മീൻസ് ഡെവലപ്മെൻറ്റ് ഓഫ് മോർ ദാൻ 1 എംബ്രിയോ ഇൻ സിംഗിൾ, പിന്നെ മോർ ദാൻ 1 എംബ്രിയോ ഇൻ സിംഗിൾ സീഡ് അല്ലെ, ഒരു സീഡിൽ തന്നെ മോർ ദാൻ 1 എംബ്രിയോ എന്നുള്ളതാണ്. അതിനുള്ള എക്സാമ്പിളാണ് മാംഗോയിലൊക്കെ നമുക്കത് കാണാൻ പറ്റും. ഓക്കെ, അതേപോലെ അടുത്തൊരു മാച്ച് ദ ഫോളോയിങ് ആണ്. ആൻസർ ഉണ്ട്, മൈക്രോസ്പൊറാഞ്ചി ഉണ്ട്, പോളൻ ഗ്രെയിൻ ഉണ്ട്, ജനറേറ്റീവ് സെല്ലുണ്ട്. അതിൻ്റെ ഷേപ്പാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അതിൻ്റെ ഷേപ്പാണ് ചോദിച്ചിട്ടുള്ളത്. സ്പിൻഡിൽ ഷേപ്പ്, സ്ഫെറിക്കൽ ഷേപ്പ്, ടെട്രാഗണൽ എന്ന് വെച്ചാൽ 4 സൈഡഡ്, അതുപോലെ തന്നെ നിയർ സർക്കുലർ ഇൻ ഔട്ട്ലൈൻ. അപ്പം നമുക്കിത് പിന്നെ ചിലതിൻ്റെയൊക്കെ നമുക്കറിയാം അല്ലേ, പോളൻ ഗ്രെയിൻസിൻ്റെ പിന്നെ നമുക്കറിയാണ്ടാവും, മൈക്രോസ്പൊറാഞ്ചിൻ്റെയും ആൻസറിൻ്റെ എന്തായാലും നമുക്ക് അറിയാൻ സാധ്യത ഉണ്ട് അല്ലേ. അപ്പോൾ ഏതാണ്, ടെട്രാഗണലാണ്, 4 സൈഡഡ് ആണ് ആൻസർ എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ പോളൻ ഗ്രെയിൻസ് അല്ലേ, പോളൻ ഗ്രെയിൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, സ്ഫെറിക്കൽ ഒരു ഷേപ്പിലാണ് നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമുക്ക് മാച്ച് ദ ഫോളോയിങ് അറിയാത്തത് ഇപ്പോൾ ഒന്ന് ജസ്റ്റ് നോട്ട് ഡൗൺ ചെയ്യാം. ആൻസർ ടെട്രാഗണൽ, അതായത് 4 സൈഡഡ് ആയിട്ടാണ് ആൻസർ കാണാൻ പറ്റുക. മൈക്രോസ്പൊറാഞ്ചിയ നിയർ സർക്കുലർ ഇൻ ഔട്ട്ലൈൻ ആണ്. പോളൻ ഗ്രെയിൻ നമ്മൾ പറഞ്ഞതുപോലെ സ്ഫെറിക്കൽ ആയിട്ടുള്ള ഒരു ഷേപ്പാണ്. ജനറേറ്റീവ് സെല്ല് സ്പിൻഡിൽ ഷേപ്പാണ്. അപ്പോൾ ഈ ഷേപ്പ് ചിലപ്പോഴൊക്കെ പ്രത്യേകിച്ചും ഈ പറഞ്ഞ പോളൻ ഗ്രെയിൻസും അതുപോലെ തന്നെ ആൻസറിൻ്റെ ഒക്കെ ഷേപ്പ്
ചിലപ്പോഴൊക്കെ ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ ഈവൻ മൈക്രോസ്പോറഞ്ചിയുടെയും ജനറേറ്റീവ് സെൽസിൻ്റെയും അടക്കം നമ്മൾ എന്ത് ചെയ്യണം, അത് മനസ്സിലാക്കി വെക്കണം. അപ്പോൾ അതൊന്ന് ജസ്റ്റ് നോട്ട് ഡൗൺ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following hormones are secreted in women only during pregnancy? നമ്മൾ മനസ്സിലാക്കുക, വുമനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് ഏത് നല്ല ചോദ്യം. പ്രഗ്നൻസി സമയത്ത് മാത്രം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് ഏതെന്നാണ് ചോദ്യം. ഓക്കെ, യെസ്, റിലാക്സിൻ, ഓക്സിറ്റോസിൻ, HCG, HPL, പ്രൊജസ്ട്രോൺ. ഓക്കെ, ചൂസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ ഫ്രം ദ given below. ഫോളോയിങ് ഓപ്ഷൻസ് given below. അപ്പോൾ നമുക്കറിയാം പ്രൊജസ്ട്രോൺ ഒക്കെ എന്തായാലും വുമനിലുണ്ട്, പക്ഷെ അത് നമുക്കറിയാം പ്രഗ്നൻസി സമയത്ത് മാത്രമല്ല എന്നുള്ളത്. റിലാക്സിൻ ഉണ്ടോ? ഉണ്ട് അല്ലേ. HCG, ഹ്യൂമൻ കോറിയോണിക് ഗൊനാഡ്രോപ്പിൻ, അതുപോലെ തന്നെ HPL, നമുക്ക് പാല് വരാനുള്ളത് അല്ലേ. അപ്പം പിന്നെ 1, 3 and 4 ആണ് കറക്റ്റ് ആൻസർ. നമുക്ക് ഓരോന്ന് നോക്കാം. റിലാക്സിൻ നമുക്കറിയാം, വൈൽ പ്രൊഡ്യൂസ് ഇൻ സ്മോൾ എമൗണ്ട് ഔട്ട്സൈഡ് ഓഫ് ദ പ്രഗ്നൻസി, റിലാക്സിൻ സിഗ്നിഫിക്കലി ഇൻക്രീസസ് ഡ്യൂറിങ് പ്രഗ്നൻസീസ് ടു സോഫൺ ദ ലിഗമെന്റ്സ് ടു പ്രിപ്പയർ ഫോർ ബോഡി ഫോർ ഡെലിവറി. ഈ റിലാക്സിനാണ് ഈ പ്രഗ്നൻസി സമയത്ത് അല്ലെങ്കിൽ ആ ഡെലിവറി സമയത്ത് ആ ഒരു കാര്യങ്ങളൊക്കെ സോഫൺ ആക്കാൻ, മസിൽസും ഇതൊക്കെ സോഫൺ ആക്കി ആ ഒരു പിന്നെ ഡെലിവറി സ്മൂത്ത് ആക്കാൻ സഹായിക്കുന്നത് റിലാക്സിനാണ്. HCG എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ കോറിയോണിക് ഗൊനാഡോട്രോപ്പിൻ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. ഹ്യൂമൻ കോറിയോണിക് ഗൊനാഡോട്രോപ്പിൻ. എന്താ? ദിസ് ഹോർമോൺ ഈസ് ഓൺലി പ്രൊഡ്യൂസ് ഡ്യൂറിങ് പ്രഗ്നൻസി ആൻഡ് ഈസ് ഡിറ്റക്റ്റഡ് ഇൻ പ്രഗ്നൻസി ടെസ്റ്റ്. പ്രഗ്നൻസി ടെസ്റ്റുകളിലൊക്കെ നമ്മൾ ഇതാണ് നോക്കുക. HPL ഹ്യൂമൻ പ്ലാസെന്റൽ ലാക്ടജൻ, ആ പേര് തന്നെ ഉണ്ട്, പ്ലാസെന്റൽ ലാക്ടജൻ എന്തായിരിക്കും? പാല് അല്ലേ. ദിസ് ഹോർമോൺ ഈസ് ഓൾസോ പ്രൊഡ്യൂസ് സോൺലി ഡ്യൂറിങ് പ്രഗ്നൻസി ബൈ ദ പ്ലാസെന്റ. അത് നമുക്ക് മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യാനാണ് സഹായിക്കുക. നെക്സ്റ്റ് വൺ. Which of this is not an important component of initiation of parturition in humans? അല്ലേ, ഇനീഷ്യേഷൻ ഓഫ് പാച്ചുറേഷനുമായി ബന്ധപ്പെടാത്തത് ഏത് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് കോമ്പണൻ്റ് അല്ലാത്തത്, ആ സമയത്ത് നടക്കുന്നുണ്ടാവും പക്ഷേ ഇമ്പോർട്ടൻറ്റ് കോമ്പണൻ്റ് അല്ല. ആ പാച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ലേ? ആ ഡെലിവറി അല്ലേ, കുട്ടി പുറത്തേക്ക് വരുന്ന ആ പ്രോസസ്സ്, അതിനെയാണ് നമ്മൾ പാച്ചുറേഷൻ എന്ന് പറയാം. റിലീസ് ഓഫ് ഓക്സിറ്റോസിൻ ഒബ്വിയസ്ലി നടക്കണം അല്ലേ. റിലീസ് ഓഫ് പ്രൊലാക്റ്റിൻ ആ സമയത്ത് നടക്കും, പക്ഷേ അത് ഇത് പിന്നെ ഡെലിവറിക്ക് വേണ്ടിയിട്ടല്ല, പാച്ചുറേഷന് വേണ്ടിയിട്ടല്ല. ഇൻക്രീസ് ഇൻ ഈസ്ട്രോജൻ ആൻഡ് പ്രൊജസ്ട്രോൺ റേഷ്യോ, യെസ്. സിന്തസിസ് ഓഫ് പ്രോസ്റ്റാഗ്ലാൻഡിൻസ്, ഒക്കെ ശരിയാണ്. പ്രൊലാക്റ്റിൻ എന്ന് പറഞ്ഞാൽ മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യാനുള്ളതാണ്, അതിന് ഡെലിവറിയുമായി ബന്ധമില്ല അല്ലേ. ഡെലിവറി സമയത്ത് അത് നടക്കും, പക്ഷേ ഡെലിവറി നടക്കാനല്ലല്ലോ, അത് മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ബ്രസ്റ്റിൽ അല്ലേ. റിലീസ് ഓഫ് പ്രൊലാക്റ്റിൻ ഈസ് നോട്ട് എൻ ഇമ്പോർട്ടൻറ്റ് കോമ്പണൻറ്റ് ഓഫ് ദ ഇനീഷ്യേഷൻ ഓഫ് പാച്ചുറേഷൻ ഇൻ ഹ്യൂമൻസ്. പ്രൊലാക്റ്റിൻ ഈസ് പ്രൈമറിലി റെസ്പോൺസിബിൾ ഫോർ മിൽക്ക് പ്രൊഡക്ഷൻ ആഫ്റ്റർ ബർത്ത്, not the onset of labor അല്ലേ. ഈസ്ട്രോജൻ, പ്രൊജസ്ട്രോൺ, ഓക്സിറ്റോസിൻ ആൻഡ് പ്രോസ്റ്റാഗ്ലാൻഡിൻസ് പ്ലേ ക്രൂഷ്യൽ റോൾ ഇൻ ഇനീഷ്യേറ്റിംഗ് ലേബർ. ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ ഒരു സംശയം ഉണ്ടാവും, നേരത്തെ പ്രൊജസ്ട്രോണും ഓക്സിറ്റോസിനും ഒക്കെ നമ്മൾ ഇല്ല എന്ന് പറഞ്ഞല്ലോ, അല്ലെങ്കിൽ അതിൽ ആൻസറിൽ നമ്മളത് സെലക്ട് ചെയ്തില്ലല്ലോ. നമ്മൾ പറഞ്ഞിരുന്നു പ്രൊജസ്ട്രോൺ ഒബ്വിയസ്ലി വുമനിലുണ്ട്, ഓക്സിറ്റോസിൻ ഉണ്ട്. ബട്ട് നമ്മളുടെ നേരത്തെ ചോദ്യം എന്തായിരുന്നു? ആ പറഞ്ഞ പ്രഗ്നൻസി സമയത്ത് മാത്രം പ്രൊഡ്യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ആ സമയത്ത് മാത്രം ഭയങ്കരമായി കൂടുന്ന പിന്നെ ഹോർമോൺസ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. ഇതൊക്കെ ഉണ്ട്, പക്ഷേ ആ ചോദ്യത്തിൽ ആ സമയത്ത് മാത്രം, ഓൺലി ഡ്യൂറിങ് പ്രഗ്നൻസി എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ എനിവേ ഇതിൽ പ്രൊലാക്റ്റിൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. No new follicles develop in the luteal phase of the menstrual cycle because. ഇത് കുറച്ചും കൂടി മെൻസ്ട്രൽ സൈക്കിളിൻ്റെ ആ ഒരു ഫേസസ് ഒക്കെ അറിഞ്ഞാലാണ് കുറച്ചും കൂടി ആൻസർ ചെയ്യാൻ പറ്റുക. ഫോളിക്കിൾസ് ഡു നോട്ട് റിമെയിൻ ഇൻ ദ ഓവറി ആഫ്റ്റർ ഓവുലേഷൻ. FSH ലെവൽസ് ആർ ഹൈ ഇൻ ദ ല്യൂട്ടൽ ഫേസ്. LH ലെവൽ ആർ ഹൈ ഇൻ ദ ല്യൂട്ടൽ ഫേസ്. ബോത്ത് FSH ആൻഡ് LH ലെവൽസ് ആർ ലോ ഇൻ ദ ല്യൂട്ടൽ ഫേസ് അല്ലേ. അപ്പോൾ നമുക്കറിയാം ല്യൂട്ടൽ ഫേസിൽ ബോത്ത് FSHും LHും കുറവാണ്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് മെൻസ്ട്രൽ സൈക്കിളിൻ്റെ 4 മെയിൻ ഫേസസ്, അതൊന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക. മെൻസ്ട്രൽ ഫേസ്, ഫോളിക്കുലർ ഫേസ്, ഓവുലേഷൻ, അതുപോലെ തന്നെ ല്യൂറ്റൽ ഫേസ്. ല്യൂറ്റൽ ഫേസ് എന്ന് പറഞ്ഞാൽ ഓവുലേഷന് ശേഷമുള്ള ഫേസ് ആണ് ല്യൂറ്റൽ ഫേസ് എന്ന് പറയുന്നത്. ആഫ്റ്റർ ദ എഗ് ഈസ് റിലീസ്ഡ്, എഗ് റിലീസ് ചെയ്ത് കഴിഞ്ഞു, ദ എംപ്റ്റി ഫോളിക്കിൾ ബിക്കം ദ കോപ്പസ് ലൂട്ടിയം. എംപ്റ്റി ഫോളിക്കിൾ എന്ത് ചെയ്യും? കോപ്പസ് ലൂട്ടിയമായി മാറും. ദ കോപ്പസ് ലൂട്ടിയം പ്രൊഡ്യൂസ് പ്രൊജസ്ട്രോൺ, കുറച്ച് ഈസ്ട്രോജനും കൂടുതൽ പ്രൊജസ്ട്രോണും പ്രൊഡ്യൂസ് ചെയ്യും. ദീസ് ഹോർമോൺസ് ഇൻഹിബിറ്റ് ദ റിലീസ് ഓഫ് FSH ആൻഡ് LH. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എഗ് റിലീസ് ചെയ്ത് കഴിഞ്ഞു, എഗ് റിലീസ് ചെയ്യുന്നതാണ് ഓവുലേഷൻ. ആ ഓവുലേഷന് ശേഷമുള്ള ഫേസാണ് ല്യൂറ്റൽ ഫേസ്. ആ ല്യൂറ്റൽ ഫേസിൽ എന്ത് സംഭവിക്കും? ആ എഗ് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോളിക്കിൾ, ബാക്കിയുള്ള അവിടെയുള്ള എംറ്റി ഫോളിക്കിൾ ഉണ്ടല്ലോ, അതെന്ത് ചെയ്യും? കോർപ്പസ് ലൂട്ടിയമായി മാറും. കോർപ്പസ് ലൂട്ടിയം എന്ത് ചെയ്യും? പ്രൊജസ്ട്രോണും കുറച്ച് ഈസ്ട്രോജനും പ്രൊഡ്യൂസ് ചെയ്യും. ഇതെന്ത് ചെയ്യും? ഈ പ്രൊജസ്ട്രോൺ അവിടെ പോയിട്ട് FSHും LHും അല്ലെ, ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണും ല്യൂട്ടിയൽ ഹോർമോണും എന്ത് ചെയ്യും?
നെഗറ്റീവ് ഫീഡ്ബാക്ക് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിലേക്ക് പോയി കൊടുത്ത് ആ FSHും LHൻ്റെയും റിലീസിനെ തടയും. FSH എന്ന് പറഞ്ഞാൽ ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ആണ്. ഇസ് നീഡഡ് ടു സ്റ്റാർട്ട് ദ ഗ്രോത്ത് ഓഫ് ന്യൂ ഫോളിക്കിൾസ്. ബട്ട് ഇൻ ദിസ് ഫേസ് FSH ആൻഡ് LH ആർ ലോ, സോ നോ ന്യൂ ഫോളിക്കിൾ ക്യാൻ സ്റ്റാർട്ട് ഡെവലപ്പിംഗ്. എന്ന് വെച്ചാൽ ലൂട്ടൽ ഫേസിൽ പുതിയ ഫോളിക്കിൾ ഡെവലപ്മെൻറ്റ് നടക്കില്ല. കാരണം അവിടെ കോർപ്പസ് ലൂട്ടിയമായി ഫോം ചെയ്ത് പ്രൊജസ്ട്രോണൊക്കെ പ്രൊഡ്യൂസ് ചെയ്ത് നെഗറ്റീവ് ഫീഡ്ബാക്ക് കൊടുത്ത് FSHും LHും തൽക്കാലം നിർത്തിവെക്കുകയാണ് ചെയ്യുക. അതാണ് ലൂട്ടൽ ഫേസിൽ സംഭവിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഹോർമോൺസ് സെക്രീറ്റഡ് ബൈ ദ പ്ലാസൻറ്റ ടു മെയിൻറ്റെയിൻ പ്രഗ്നൻസി. പ്രഗ്നൻസി മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഹോർമോൺസ് വീണ്ടും അതേ ചോദ്യം തന്നെയാണ്. അല്ലെങ്കിൽ അതിൽ നേരത്തെ ഓൺലി ഡ്യൂറിങ് പ്രഗ്നൻസി ആയിരുന്നു, ഇപ്പോൾ പ്രഗ്നൻസി ഉണ്ടാകുമ്പോൾ ഉള്ളത് എന്ന് പറയുന്നത്. അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത് HCG, HPL, പ്രൊജസ്ട്രോൺ, പ്രൊലാക്റ്റിൻ, HCG, HPL, ഈസ്ട്രോജൻ, റിലാക്സിൻ, ഓക്സിറ്റോസിൻ, HCG, HPL, പ്രൊജസ്ട്രോൺ, ഈസ്ട്രോജൻ, HCG, പ്രൊജസ്ട്രോൺ, ഈസ്ട്രോജൻ, ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ്. നമുക്കറിയാം ഈ പ്രഗ്നൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ. മറ്റേത് ഈ പ്രൊലാക്റ്റിനൊക്കെ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? പ്രൊലാക്റ്റിൻ അല്ല, ബാക്കി റിലാക്സിനും പോലുള്ള കാര്യങ്ങളൊക്കെ ഈ ഡെലിവറി അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇവിടെ നമ്മൾ പറയുന്നത് പ്രഗ്നൻസി മെയിൻറ്റെയിൻ ചെയ്യാനുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ HCG ഒബ്വിയസ്ലി ഹ്യൂമൻ കൊറിയോണിക് ഗൊണാഡോട്രോപ്പിൻ വേണം, HPL ഹ്യൂമൻ പ്ലാസൻ്റൽ ലാക്ടേജൻ വേണം, പ്രൊജസ്ട്രോണും ഈസ്ട്രോജനും. ഇതുമാണ് നമ്മുടെ ഈ 4 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നമ്മുടെ ഒരു പ്രഗ്നൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്ന ഹോർമോൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓരോന്നും നമുക്ക് നോക്കാം. ഹ്യൂമൻ കൊറിയോണിക് ഗൊണാഡോട്രോപ്പിൻ മെയിൻറ്റെയിൻ ദ കോർപ്പസ് ലൂട്ടിയം ഇൻ ദ ഏർലി പ്രഗ്നൻസി, കീപ് പ്രൊഡ്യൂസിങ് പ്രൊജസ്ട്രോൺ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ആ കോർപ്പസ് ലൂട്ടിയത്തിന് അവിടെ തന്നെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുന്നത് ഹ്യൂമൻ കൊറിയോണിക് ഗൊണാഡോട്രോപ്പിനാണ്. പ്ലാസൻ്റൽ ലാക്ടേജൻ നമ്മൾ പറഞ്ഞു മാമറി ഗ്ലാൻസിനെ പ്രിപ്പയർ ചെയ്യും, മെറ്റബോളിസം റെഗുലേറ്റ് ചെയ്യും, മിൽക്ക് പ്രൊഡക്ഷനെ സഹായിക്കും. പ്രൊജസ്ട്രോൺ മെയിൻറ്റെയിൻ ദ യൂട്രൈൻ ലൈനിങ് ആൻഡ് പ്രിവെൻസ് കോൺട്രാക്ഷൻസ്, അല്ലേ? ആ യൂട്രൈൻ ലൈനിങ്ങിനെ അത് മെയിൻറ്റെയിൻ ചെയ്യും, കോൺട്രാക്ഷൻസ് ഒക്കെ അത് തടയുകയാണ് ചെയ്യുക. ഈസ്ട്രോജൻ ഹെൽപ്പ് ഇൻ യൂട്രൈൻ ഗ്രോത്ത് ആൻഡ് പ്രിപ്പയർ ബോഡി ഫോർ ചൈൽഡ് ബർത്ത്. അപ്പോൾ ഈ നിലക്ക് ഈ ഹോർമോൺസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ പ്രഗ്നൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. കപ്പാസിറ്റേഷൻ ഒക്കോസിൻ. അപ്പോൾ ഇത് ഒരു ടേമാണ് നമ്മൾ റീപ്രൊഡക്ഷൻ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു ടേമാണ് കപ്പാസിറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, കപ്പാസിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ സ്പേം ഹ്യൂമൻ ബോഡിയിലേക്ക് എത്തിയതിന് ശേഷം, അല്ലെ ഹ്യൂമൻ ആ ഒരു റീപ്രൊഡക്റ്റീവ് ട്രാക്കിലേക്ക് എത്തിയതിന് ശേഷം അതിനൊരു കപ്പാസിറ്റി അച്ചീവ് ചെയ്യാൻ, ഇതിനെങ്ങനെ ഒന്ന് ഫെർട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലേക്ക് ഒരു ചെറിയ ചേഞ്ചസ് ഒക്കെ സംഭവിക്കുകയാണ്. അതിനെയാണ് നമ്മൾ കപ്പാസിറ്റേഷൻ എന്ന് പറയാം. ഓക്കെ, അത് ഇവിടെ നടക്കുക ടെസ്റ്റിസിലല്ല, എപ്പിഡെമിസിലല്ല, വാസ് ഡിഫറൻസിലല്ല, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിലാണ് എന്ത് നടക്കുക? ആ ഒരു ചേഞ്ച് നടക്കുക. ഓക്കെ, എന്താ? കപ്പാസിറ്റേഷൻ ഈസ് എ പ്രോസസ് ദാറ്റ് സ്പേം അണ്ടർഗോ ഇൻസൈഡ് ദ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്ട്. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിലേക്ക് എത്തിയതിന് ശേഷം സ്പേമിന് വരുന്ന ചേഞ്ചസിനെയാണ്, അല്ലെങ്കിൽ ആ ഒരു ഡെവലപ്മെൻറ്റുകളെയാണ് നമ്മൾ കപ്പാസിറ്റേഷൻ എന്ന് പറയുക. To become capable for fertilizing the egg. എഗ്ഗിനെ ഫെർട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ കാപ്പബിൾ ആകുന്ന രൂപത്തിലേക്ക് വരുന്ന ചേഞ്ചസിനെയാണ് നമ്മളത് പറയുക കപ്പാസിറ്റേഷൻ എന്ന് പറയുക. ഇറ്റ് ഇൻവോൾവ്സ് ചേഞ്ചസ് ടു ദ സ്പേംസ് മെംബ്രെയിൻ that make it able to penetrate the egg. ആ സ്പേമിൻ്റെ മെംബ്രെയിനിൽ എന്ത് ചെയ്യും? ചേഞ്ചസ് സംഭവിക്കും. അങ്ങനെ എഗ്ഗിനെ പെനിട്രേറ്റ് ചെയ്യാൻ അതിന് കഴിവുണ്ടാവും. ദിസ് പ്രോസസ് ഡസ് നോട്ട് ഹാപ്പൻ ഇൻ ദ റെറ്റഡ് ടെസ്റ്റിസ്, എപ്പിഡെമിസ്, വാസ് ഡിഫറൻസ്, അതിലൊന്നല്ല നടക്കുന്നത്. അതൊക്കെ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടിലാണ്. ഓക്കെ, ഇനി എക്ടോപിക് പ്രഗ്നൻസി ആർ റെഫേർഡ് ടു ആസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് കേട്ടോ. ഈ ടേം വളരെ ഫ്രീക്വൻ്റ്ലി നമ്മൾ പല സ്ഥലത്തും കേൾക്കുകയും കാണുകയും ചെയ്യുന്നൊരു ടേമാണ്. എന്താണ് ഈ എക്ടോപിക് പ്രഗ്നൻസി എന്ന് പറയുന്നത്? എന്താ? പ്രഗ്നൻസീസ് വിത്ത് ജെനറ്റിക് അബ്നോമാലിറ്റിയോട് കൂടിയുള്ള പ്രഗ്നൻസി, ഇംപ്ലാന്റേഷൻ ഓഫ് എംബ്രിയോ അറ്റ് ദ സൈറ്റ് അതർ ദാൻ യൂട്രസ്, ഇംപ്ലാന്റേഷൻ ഓഫ് ഡിഫക്റ്റീവ് എംബ്രിയോ ഇൻ ദ യൂട്രസ്, പ്രഗ്നൻസി ടെർമിനേറ്റഡ് ഡ്യൂ ടു ദ ഹോർമോണൽ ഇംബാലൻസ്. നമുക്കറിയാം ഇംപ്ലാന്റേഷൻ ഓഫ് എംബ്രിയോ അറ്റ് ദ സൈറ്റ് അതർ ദാൻ യൂട്രസ്. നമുക്കറിയാം ഒരു ഫലോപ്പിയൻ ട്യൂബ് ഉണ്ട് അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട്, എന്നിട്ട് യൂട്രസ്, അല്ലേ? ഇവിടെ എവിടെയെങ്കിലൊക്കെ ആയിട്ട് പറഞ്ഞ ഫെർട്ടിലൈസേഷൻ നടക്കും. എന്നിട്ട് അതിങ്ങനെ വന്ന് ഇവിടെ വന്നിട്ട്, അതായത് യൂട്രസിൽ വന്നിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? ഇംപ്ലാന്റ് ചെയ്യേണ്ടത്, അല്ലേ? എംബ്രിയോ ഇംപ്ലാന്റ് ചെയ്യേണ്ടത് യൂട്രസിൽ വന്നിട്ടാണ്. അവിടെയാണ് പിന്നെ പ്ലാസൻ്റൊക്കെ ഉണ്ടായി അവിടെയാണ് കുട്ടി ഉണ്ടാവുക. ഇത് അല്ലാതെ ഇവിടെ അല്ലാതെ എവിടെയോ വേറെ ഏതെങ്കിലും സ്ഥലത്ത് പോയിട്ട്, അതായത് അത് ചെയ്യേണ്ടത് യൂട്രസിലാണല്ലോ അത് ഇംപ്ലാന്റ് ചെയ്യേണ്ടത്, അതല്ലാതെ വേറെ എവിടെയെങ്കിലും പോയി ഇംപ്ലാന്റ് ചെയ്യുന്നതിന്, അല്ലെങ്കിൽ അവിടെ തന്നെ ഈ ഫലോപ്പിയൻ ട്യൂബിലൊക്കെ പോയി ഇംപ്ലാന്റ് ചെയ്ത് അങ്ങനെ ഡെവലപ്പ് ആവുന്ന ആ ഒരു കേസിനെയാണ് നമ്മൾ എക്ടോപിക് പ്രഗ്നൻസി എന്ന് പറയാം. ഓക്കെ, യെസ്, എക്ടോപിക് പ്രഗ്നൻസി ആർ റെഫേർഡ് ടു ആസ് ട്യൂബൽ പ്രഗ്നൻസീസ്.
എന്താ ഈ ട്യൂബൽ എന്ന് പറഞ്ഞാൽ ഫലോപ്പിയൻ ട്യൂബ്, അതാണ് ട്യൂബ്. എക്സ്ട്രാ യൂട്രൈൻ പ്രഗ്നൻസീസ് എന്ന് പറയും അല്ലെ. യൂട്രസിലാണ് സാധാരണ ഈ പറഞ്ഞ ഇംപ്ലാന്റേഷൻ നടക്കേണ്ടത്, ആ യൂട്രസിൽ അല്ലാതെ നടക്കുന്നതിനാണ് എക്സ്ട്രാ യൂട്രൈൻ എന്ന് പറയാം. ഇൻ നോർമൽ പ്രഗ്നൻസീസ് ഫെർട്ടിലൈസ്ഡ് എഗ് ഇംപ്ലാന്റ്സ് ആൻഡ് ഗ്രോസ് ഇൻസൈഡ് ദ യൂട്രസ്, യൂട്രസിലാണ് നടക്കുക നോർമലി. ഇൻ ദ എക്ടോപിക് പ്രഗ്നൻസി ദ ഫെർട്ടിലൈസ്ഡ് എഗ് ഇംപ്ലാന്റ്സ് ഔട്ട്സൈഡ് ദ യൂട്രസ്, യൂട്രസിന്റെ പുറത്ത് ആണ് ഇംപ്ലാന്റ് ചെയ്യപ്പെടുക. മോസ്റ്റ് കോമൺലി ഫലോപ്പിയൻ ട്യൂബ് നമ്മളിപ്പോൾ പറഞ്ഞു അല്ലേ. അതുകൊണ്ടാണ് ട്യൂബൽ പ്രഗ്നൻസി എന്ന് പറയുന്നത്. ഓവിഡക്റ്റ്, യൂട്രൈൻ ട്യൂബ് എന്നൊക്കെയാണ് നമ്മൾ വേറെ പേരുകൾ വിളിക്കുന്നത് ഫലോപ്പിയൻ ട്യൂബിന്. ഹെൻസ് ഇറ്റ് ഈസ് ഓഫൻ കോൾഡ് ട്യൂബൽ പ്രഗ്നൻസി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which one of the following statement is false in respect of viability of mammalian sperm? ഒരു mammalian spermന്റെ viability എത്രത്തോളം ഉണ്ട്? ഇത് ഒരു കോമൺ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. sperm is viable for only up to 24 hours. 24 മണിക്കൂറേ സ്പേമിന് ജീവനുള്ളൂ. സർവൈവൽ ഓഫ് സ്പേം ഡിപ്പെൻഡ് ഓൺ ദ pH of the medium and is more active in alkaline medium. Viability of sperm is determined by its motility. Sperms must be concentrated in a thick suspension. അപ്പോൾ നമുക്കറിയാം ഇതിൽ ഫാൾസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഈ പറഞ്ഞ അവസാനം പറഞ്ഞ 3 കാര്യങ്ങളും അത് നമ്മൾ പല സമയത്തായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നതാണ്. പിന്നെ 24 hour എന്നുള്ളതാണ് തെറ്റായിട്ടുള്ളത് അല്ലേ. ഫാൾസ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ദ വയബിലിറ്റി ഓഫ് മമാലിയൻ സ്പേം എന്ന് പറയും 24 hour അല്ലേ. ദ സ്പേം ക്യാൻ ഓൺലി സർവൈവ് ഫോർ എ റിലേറ്റീവ്ലി ഷോർട്ടർ പീരീഡ്. ആ ഒരു സമയത്ത് തന്നെയാണ് ഇൻസൈഡ് ദ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ദ ക്യാൻ റിമൈൻ വയബിൾ ഫോർ മച്ച് ലോങ്ങർ ഇൻ പ്രോപ്പർ കണ്ടീഷൻസ് അല്ലേ. അത് കുറച്ചുകൂടിയൊക്കെ പോസിബിൾ ആണ്. സ്പേം വയബിലിറ്റി ഈസ് ഡിറ്റർമിൻഡ് ബൈ ഫാക്ടേഴ്സ് ബിയോണ്ട് ജസ്റ്റ് മോട്ടിലിറ്റി, ഇൻക്ലൂഡിങ് പി എച്ച് ഒരു പ്രധാന കാര്യമാണ്. അബിലിറ്റി ടു ഫെർട്ടിലൈസ് എഗ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളതാണ്. ഇഫ് ഫോർ സം റീസൺ ദ വാസ എഫറൻഷ്യ, വാസ് ഡിഫറൻസ് അല്ല കേട്ടോ, വാസ എഫറൻഷ്യ ഇൻ ഹ്യൂമൻ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഗെറ്റ് ബ്ലോക്ക്ഡ്, വാസ എഫറൻഷ്യ ബ്ലോക്കായി. അപ്പം എവിടെയാണ് വാസ എഫറൻഷ്യ എന്ന് അറിഞ്ഞാലേ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. എന്നാലും നമ്മൾ പല ആളുകൾക്കും ഫെമിലിയർ അല്ലായിരിക്കാം. നമ്മളിപ്പോൾ പഠിച്ചു വെക്കുക. ദ ഗാമേറ്റ്സ് വിൽ നോട്ട് ബി ട്രാൻസ്പോർട്ടഡ് ഫ്രം, ഗാമേറ്റ് എവിടുന്ന് എവിടേക്കാണ് ട്രാൻസ്പോർട്ട് ചെയ്യാണ്ടിരിക്കുക. എപ്പിഡിഡമിസ് ടു വാസ് ഡിഫറൻസ്, ഓവറി ടു യൂട്രസ്, വജൈന ടു യൂട്രസ്, ടെസ്റ്റിസ് ടു എപ്പിഡിഡമിസ്. നമുക്ക് ആൻസറിലേക്ക് പോകാം. അതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കുക ഇതാണ് ടെസ്റ്റിസ് അല്ലേ, അതിലുള്ള സെമിനിഫറസ് ട്യൂബുൾസ് ഉണ്ട്. അങ്ങനെ അതിന്നൊക്കെ പ്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം ഇത് റെറ്റേ ടെസ്റ്റിസ് ആണ്. അത് കഴിഞ്ഞ് അതിൽ നിന്നും പിന്നെ ഈ പറഞ്ഞ വാസ് ഡിഫറൻസിലേക്ക് അല്ലെങ്കിൽ എപ്പിഡൈഡമിസിലേക്ക് കൊണ്ടുപോകുന്ന പിന്നെ ആ ട്യൂബ്യൂൾസ് ആണ്, ഡക്റ്റുകളാണ് എന്ത് എഫറൻ ഡക്റ്റിലസ് അല്ലെങ്കിൽ വാസ് എഫറൻഷ്യ എന്ന് പറയുന്നത്. ദ വാസ എഫറൻഷ്യ ബിക്കം ബ്ലോക്ക്ഡ് ഗാമേറ്റ് വിൽ നോട്ട് ബി ട്രാൻസ്ഫേർഡ് ഫ്രം ടെസ്റ്റിസ് ടു എപ്പിഡൈഡമിസ്. നമുക്കറിയാം ഈ ടെസ്റ്റിസിൽ നിന്ന് എപ്പിഡൈഡമിസിലേക്ക് കൊണ്ടുപോകുന്ന ആ കാര്യമാണ് അവിടെ ബ്ലോക്ക് ആയിട്ടുള്ളത് അല്ലേ, വാസ എഫറൻഷ്യ. ദ വാസ എഫറൻഷ്യ ആർ ക്രൂഷ്യൽ ciliated ductules that carry sperm from seminiferous tubules within the testis to the epididymis where sperm are stored and mature. ഈ എപ്പിഡിഡമിസിലാണ് സ്പേമിൻ്റെ മെച്ചുറേഷനും അതുപോലെ തന്നെ സ്റ്റോറേജും നടക്കുന്നത്. ഓക്കെ, ഇവിടുന്ന് ടെസ്റ്റിസിൽ ഫോം ചെയ്ത് ഈ പറഞ്ഞ വാസ എഫറൻഷ്യ വഴി എവിടേക്ക് പോകും, നമ്മുടെ എപ്പിഡിഡമിസിലേക്ക് പോകും. ആ എപ്പിഡിഡമിസിലാണ് സ്റ്റോറേജ് ആൻഡ് മെച്ചുറേഷൻ സംഭവിക്കുന്നത്. ഓക്കെ, അവിടെ നിന്നാണ് പിന്നെ വാസ് ഡിഫറൻസ് അങ്ങനെ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആൻസർ ഏതായിരിക്കും? ടെസ്റ്റിസ് ടു എപ്പിഡിഡമിസ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ടെസ്റ്റിസിൽ നിന്നും എപ്പിഡിഡമിസിലേക്കുള്ള ആ ഒരു ട്രാൻസ്പോർട്ട് ആയിരിക്കും അവിടെ തടയുക. അപ്പോൾ പിന്നെ സ്റ്റോറേജും മെച്ചുറേഷനൊന്നും നടക്കാതെ വരും വാസ എഫറൻഷ്യക്ക് എന്തെങ്കിലും പറ്റിയാൽ. The testes in humans are situated outside the abdominal cavity inside a pouch called scrotum. അത് നമുക്കറിയാം അല്ലേ, സ്ക്രോട്ടത്തിലാണ് നമ്മുടെ ടെസ്റ്റിസ് ഉള്ളത്, ഹ്യൂമൻ ടെസ്റ്റിസ് ഉള്ളത്. ദ പേർപ്പസ് സെർവ് ഇസ് ഫോർ, നമ്മുടെ സ്ഥിരം ക്വസ്റ്റ്യൻ ആണ് അല്ലേ, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എസ്കേപ്പിംഗ് എനി പോസിബിലിറ്റി ഓഫ് കംപ്രഷൻ ബൈ ദ വിസറൽ ഓർഗൻസ് അല്ല, പ്രൊവൈഡിങ് മോർ സ്പേസ് ഫോർ ദ ഗ്രോത്ത് ഓഫ് എപ്പിഡിഡമിസ് അല്ല, പ്രൊവൈഡിങ് എ സെക്കൻഡറി സെക്ഷൽ ഫീച്ചർ ഫോർ എക്സിബിറ്റിംഗ് ദ മെയിൽ സെക്സ് അതുമല്ല, മെയിൻറ്റെയിനിങ് ദ സ്ക്രോട്ടൽ ടെമ്പറേച്ചർ ലോവർ ദാൻ ദ ഇന്റേർണൽ ബോഡി ടെമ്പറേച്ചർ. നമ്മുടെ ബോഡി ടെമ്പറേച്ചറിനേക്കാളും താഴെ ആ ഒരു ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. ദാറ്റ് ഈസ് ദ കറക്റ്റ് ആൻസർ. നമുക്കറിയാം ടെസ്റ്റിസ് ആർ ലൊക്കേറ്റഡ് ഔട്ട്സൈഡ് ദ അബ്ഡോമിനൽ കാവിറ്റി ഇൻ ദ സ്ക്രോട്ടം ടു മെയിൻറ്റെയിൻ ടെമ്പറേച്ചർ 2 to 2.5 ഡിഗ്രി സെൽഷ്യസ് ലെസ്സർ ദാൻ ഇന്റേർണൽ ബോഡി ടെമ്പറേച്ചർ. നമുക്കറിയാം നമ്മുടെ ബോഡിൻ്റെ ഉള്ളിലാണെങ്കിൽ നമ്മുടെ ഇന്റേർണൽ ബോഡി ടെമ്പറേച്ചറിൻ്റെ അത്രയാണോ ടെമ്പറേച്ചർ അതിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക. പക്ഷേ ബോഡിക്ക് പുറത്തായതുകൊണ്ട് ഒരു സ്ക്രോട്ടൽ ബാഗിലാണ് ഈ ടെസ്റ്റിസ് എന്നുള്ളത് കൊണ്ട് ഒരു 2 to 2.5
ഡിഗ്രി സെൽഷ്യസ് കുറവ്, നമ്മുടെ സാധാരണ ബോഡി ടെമ്പറേച്ചറിനെക്കാട്ടും കുറവിലാണ് അതുള്ളത്, വിച്ച് ഈസ് എസെൻഷ്യൽ ഫോർ ദ പ്രോസസ് ഓഫ് സ്പെർമാറ്റോജെനിസിസ്. സ്പെർമാറ്റോജെനിസിസ് എന്ന് വെച്ചാൽ ജെനിസിസ് മീൻസ് പ്രൊഡക്ഷൻ അല്ലേ, സ്പെർമാറ്റോജെനിസിസ് എന്ന് പറഞ്ഞാൽ സ്പേം പ്രൊഡക്ഷൻ. ഓക്കെ, അങ്ങനെയുള്ള ടേംസ് ഒക്കെ നമ്മൾ മനസ്സിലാക്കുന്ന നല്ലതാണ്. സെർട്ടോളി സെൽസ് ആർ ഫൗണ്ട് എവിടെയാണ് ഈ സെർട്ടോളി സെൽസ് കാണാൻ പറ്റുക? ഓവറീസ് ആൻഡ് സെക്രീറ്റ് പ്രൊജസ്ട്രോൺ ആണോ, ആഡ്രിനൽ കോർട്ടക്സ് ആൻഡ് സെക്രീറ്റ് ആഡ്രിനാലിൻ ആണോ, സെമിനിഫറസ് ട്യൂബുൾസ് ആൻഡ് പ്രൊവൈഡ് ന്യൂട്രീഷൻ ടു ദ ജേം സെൽസ് ആണ്, പാൻക്രിയാസ് ആൻഡ് സെക്രീറ്റ് കോളിസിസ്റ്റോകൈനിൻ ആണോ? നമുക്കറിയാം സെർട്ടോളി സെൽസ് എന്ന് പറയുന്നത് നമുക്ക് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലാണ് കാണാൻ പറ്റുക. സെമിനിഫറസ് ട്യൂബ്യൂൾസിൽ ഈ സെർട്ടോളി സെൽസിൻ്റെ പണി എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഒരു നേഴ്സ് സെൽസ് പോലെയാണ്, മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുക അല്ലെങ്കിൽ അവർക്ക് ന്യൂട്രീഷൻ പ്രൊവൈഡ് ചെയ്യുക പോലെയുള്ളതാണ്. സോ സെമിനിഫറസ് ട്യൂബ്യൂൾസിലാണ് നമുക്ക് സെർട്ടോളി സെൽസ് കാണാൻ പറ്റുക. ഓക്കെ, അതായത് നമ്മൾ ടെസ്റ്റിക്കിൾസ് ആണെങ്കിൽ അല്ലെങ്കിൽ ടെസ്റ്റിസ് ആണെങ്കിൽ സെമിനിഫറസ് ട്യൂബ്യൂളിൽ ഇതാണ് സെമിനിഫറസ് ട്യൂബ്യൂൾ, അതിൽ നമുക്ക് ഈ കാണുന്നതാണ്, ഇങ്ങനെ കാണുന്ന സെൽസാണ് സെർട്ടോളി സെൽസ് എന്ന് പറയുന്നത് അല്ലേ. These cells are often called nerve cells because they provide support and nourishment to the developing sperm cells അല്ലേ. സ്പേം സെൽസ് ഡെവലപ്പ് ആകുമ്പോൾ അതിന് നറിഷ്മെൻ്റ് ഒക്കെ കൊടുക്കുന്ന ആളാണ് ഈ പറഞ്ഞ പിന്നെ ഈ nerve cells എന്ന് നമ്മൾ വിളിക്കുന്ന സെർട്ടോളി സെൽസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ഹ്യൂമൻ സ്പേം ഈസ് കറക്റ്റ്? ഹ്യൂമൻസിൻ്റെ സ്പേംസിനെ കുറിച്ച് കറക്റ്റ് ആയത് ഇത്. ആക്രോസോംസ് നമുക്കറിയാം, ഈ സ്പേംസിൻ്റെ ഏറ്റവും ടിപ്പിൽ എന്തുണ്ടാവും? ഈ ആക്രോസോംസ് ഉണ്ടാവും. Has a conical pointed structure used for piercing and penetrating the egg, resulting in fertilization. The sperm lysins in the acrosomes dissolve the egg envelope, facilitating the fertilization. അല്ലേ, ഇതിൽ കറക്റ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം ഈ പറഞ്ഞ ആക്രോസോംസിലുള്ള സ്പേം ലൈസിൻസ് എന്ത് ചെയ്യും? ആ ഒരു എഗ്ഗിനെ ഡിസോൾവ് ചെയ്ത് എഗ്ഗിൻ്റെ എൻവലപ്പിനെ ഡിസോൾവ് ചെയ്തിട്ട് ഫെർട്ടിലൈസേഷന് സഹായിക്കും എന്നുള്ളത് ശരിയാണ്. ആക്രോസോം സെർവ് ആസ് എ സെൻസറി സ്ട്രക്ചർ ലീഡിങ് സ്പേം ടുവേർഡ്സ് ദ ഓവം, അത് ശരിയല്ല. ആക്രോസോം സെർവ്സ് നോ പെർട്ടിക്കുലർ ഫംഗ്ഷൻ എന്നുള്ളതും ശരിയല്ല. അതിന് ഈ പറഞ്ഞ ഒരു സ്പേം ലൈസിൻസ് എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്ത് പിന്നെ കുറച്ചും കൂടി ഫെർട്ടിലൈസേഷന് സഹായിക്കുക എന്നുള്ളത് ഒരു ഫംഗ്ഷൻ തന്നെയാണ്. സോ ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ഇതാണ് നമ്മുടെ സ്പേം. ആ സ്പേമിന് ആക്രോസോമൽ ക്യാപ്പ് ഉണ്ടാവും, അതിന് പിന്നെ ആ ഒരു ഹെഡിൽ ന്യൂക്ലിയസ് ഉണ്ടാവും, മിഡിൽ പീസിൽ മൈറ്റോകോൺട്രിയ ഉണ്ടാവും, പിന്നെ ആക്സിയൽ ഫിലമെന്റ്സ് ടെയിലൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഈ കാര്യത്തിൽ നമ്മൾ കോണിക്കൽ പോയിന്റഡ് സ്ട്രക്ചർ എന്നുള്ളതല്ല, പിന്നെ അതിലെന്തുണ്ട്? ഈ പറഞ്ഞ ക്യാപ്പായിട്ടാണ് അത് ആക്ട് ചെയ്യുന്നത്. കുറച്ചും കൂടി ഒരു എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ള, എൻസൈംസ് കണ്ടെയ്ൻ ചെയ്യുക എന്നുള്ളതാണ് അതിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ എൻസൈംസ് സ്പേം ലൈസിൻസ് എന്ത് ചെയ്യും? ഡിസോൾവ് എഗ് എൻവലപ്പിനെ ഡിസോൾവ് ചെയ്യും, ഫെസിലിറ്റേറ്റിംഗ് ദ ഫെർട്ടിലൈസേഷൻ. അല്ല, അത് ശരിയാണ്. സെൻസറി സ്ട്രക്ചർ അല്ല, അതേപോലെ തന്നെ നോ പെർട്ടിക്കുലർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞതും ശരിയല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പാർട്ട് ഓഫ് ഫലോപ്പിയൻ ട്യൂബ് ക്ലോസസ്റ്റ് ടു ദ ഓവറി അല്ലേ. നമുക്കറിയാം ഓവറി ഇങ്ങനെ ഉണ്ടെങ്കിൽ അതിനോട് ഇങ്ങനെയാണ് ഫലോപ്പിയൻ ട്യൂബ് ഉണ്ടാവുക. ആ ഫലോപ്പിയൻ ട്യൂബിൻ്റെ നമ്മൾ പല പാർട്സ് പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും ക്ലോസസ്റ്റ് ടു ദ ഓവറിയോട് ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ടുള്ള പാർട്ട് ഏതാണെന്നാണ് ഇസ്തുമസ്, ഇൻഫണ്ടിബുലം, സെർവിക്സ്, ആംപുല അല്ലേ. നമുക്കറിയാം ഇൻഫണ്ടിബുലമാണ് ഇതാണ് ഇവിടെയാണ് നമുക്ക് എഗ് പിന്നെ ഓവറി ഉള്ളതെന്നുണ്ടെങ്കിൽ ഈ ഇൻഫണ്ടിബുലം ഈ ഭാഗം ആണ് ഇൻഫണ്ടിബുലം, പിന്നുള്ളത് ആംപുല, അത് കഴിഞ്ഞിട്ടുള്ളതാണ് ഇസ്തുമസ് അല്ലേ. അപ്പം ക്ലോസസ്റ്റ് ടു ദ ഓവറി എന്ന് പറയുന്നത് ഒബ്വിയസ്ലി ഇൻഫണ്ടിബുലം ആണ് പാർട്ട് ഓഫ് ഫലോപ്പിയൻ ട്യൂബ് ദാറ്റ് ഈസ് വെരി ക്ലോസസ്റ്റ് ടു ദ പിന്നെ ഓവറി. അത് കഴിഞ്ഞിട്ടുള്ള ഭാഗമാണ് ആംപുല, പിന്നെ ഇസ്റ്റുമസ് അല്ലേ. ഇസ്റ്റുമസിലാണ് ശരിക്കും പറഞ്ഞാൽ എന്ത് നടക്കുന്നത്? പലപ്പോഴും ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. ഫെർട്ടിലൈസേഷൻ ഏത് ഫലോപ്പിയൻ ട്യൂബിൻ്റെ ഏത് പാർട്ടിലാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നതെന്ന് ചോദിച്ചാൽ അത് ഇസ്റ്റുമസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലക്സ് ഇൻ ഹ്യൂമൻ ഫീമെയിൽ ഈസ് ഇൻഡ്യൂസ്ഡ് ബൈ. അതായത് ഫീറ്റസ് പുറത്തേക്ക് വരണമെങ്കിൽ ആ ഇജക്ഷൻ റിഫ്ലക്സ് വരണം അല്ലേ. അത് ആരാണ് അത് ഇൻഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ചോദിച്ചത്. പ്രഷർ എക്സർട്ടഡ് ബൈ ആംനിയോട്ടിക് ഫ്ലൂയിഡ് ഒരു പ്രഷർ എക്സർട്ട് ചെയ്യും. റിലീസ് ഓഫ് ഓക്സിറ്റോസിൻ ഫ്രം ദ പിറ്റ്യൂട്ടറി, ഫുള്ളി ഡെവലപ്പ് ഫീറ്റസ് ആൻഡ് പ്ലാസൻഡ, ഡിഫറൻഷിയേഷൻ ഓഫ് മാമറി ഗ്ലാൻഡ്സ്. നമുക്കറിയാം ആ പ്ലാസൻ്റെയും ആ ഫീറ്റസും തന്നെയാണ് എന്ത് ചെയ്യുന്നത്? ആ ഒരു ഇജക്ഷൻ റിഫ്ലക്സിന് കാരണമാകുന്നത്. സോ ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലക്സ് in human female is primarily produced by the signal from the fully developed fetus and placenta. These signals, including pressure on the cervix, trigger mild uterine contractions and initiate a
ന്യൂറോ എൻഡോക്രൈൻ ഫീഡ്ബാക്ക് ലൂപ്പ് ദാറ്റ് റിസൾട്ട് ഇൻ ദ റിലീസ് ഓഫ് ഓക്സിഡേഷൻ. അങ്ങനെ ആ ഒരു പ്രഷർ കൊടുത്തതിന് ശേഷം അങ്ങനെയുള്ള ചെറിയ മൈൽഡ് യൂട്രൈൻ കോൺട്രാക്ഷൻസ് ഉണ്ടായി. അത് ഒരു ന്യൂറോ എൻഡോക്രൈനിൽ എന്ന് വെച്ചാൽ അത് നെർവ്സും അല്ലെങ്കിൽ നെർവസ് സിസ്റ്റവും അതേപോലെ തന്നെ ഹോർമോണൽ സിസ്റ്റവും രണ്ടും ഒരേപോലെ വർക്ക് ചെയ്യുന്ന രൂപത്തിലുള്ളൊരു ലൂപ്പ് ഫോം ചെയ്യുന്നു. അങ്ങനെയാണ് ഓക്സിറ്റോസിൻ റിലീസ് ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നത്. പിറ്റ്യൂട്ടറിയിൽ നിന്നും ഓക്സിറ്റോസിൻ റിലീസ് ചെയ്യുന്നു, ലീഡിങ് ടു ദ സ്ട്രോങ്ങർ ആൻഡ് മോർ ഫ്രീക്വൻറ്റ് യൂട്രൈൻ കോൺട്രാക്ഷൻ. അപ്പോൾ ഓക്സിറ്റോസിൻ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുറച്ചും കൂടി സ്ട്രോങ്ങർ ആൻഡ് ഫ്രീക്വൻറ്റ് കോൺട്രാക്ഷൻസ് നടക്കും. അപ്പോൾ അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, പിന്നെ ഇജക്ഷൻ കുറച്ചുകൂടി പിന്നെ പാച്ചുറേഷൻ നടക്കുന്നത് അല്ലേ. അപ്പോൾ ഇത്തരത്തിലാണ് നമുക്ക് റീപ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉള്ളത്. നിങ്ങൾക്കറിയാം പല ക്വസ്റ്റ്യൻസും നമ്മൾ ആദ്യം ചെയ്ത കുറേ ക്വസ്റ്റ്യൻസും ഇടയിൽ ചെയ്ത കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ളതാണ്. പക്ഷേ അതുകൂടാതെ കുറേ അധികം ടേംസ് കൂടി നമ്മൾ ഇതിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ പഠിക്കുന്നവരിപ്പോൾ ഈവൻ നമുക്ക് ഇപ്പോൾ മെൻസ്ട്രുവേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. മെൻസ്ട്രുവേഷൻ പഠിക്കുന്നതിൻ്റെ കൂടെ ചിലപ്പോൾ അതിൻ്റെ കുറച്ച് നെക്സ്റ്റ് സ്റ്റെപ്പ് അല്ലേ, ആ മെൻസ്ട്രുവേഷൻ്റെ 4 സൈക്കിൾസ് അല്ലെങ്കിൽ 4 ഫേസസ്. അതേപോലെ തന്നെ ആ കുറച്ചും കൂടി മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഇത് കിട്ടിയേ തീരൂ എന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ 4 ഫേസസിൽ നടക്കുന്ന ഹോർമോണൽ ചേഞ്ചസ്, LH കൂടുന്നു, FSH, അങ്ങനെ ആ ഓരോ സ്ഥലത്തും നടക്കുന്ന കാര്യങ്ങൾ അതടക്കം നമുക്ക് കുറച്ചും കൂടിയൊക്കെ കൂടുതൽ വായിച്ചാലാണ് നമുക്ക് മനസ്സിലാവുക. അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്തതെന്താണെന്ന് ചോദിച്ചാൽ ഇങ്ങനെയുള്ള കുറേ ഏരിയാസ് കൂടി നമ്മൾ വായിക്കണം എന്ന ഒരു കാഴ്ചപ്പാട് കൂടി നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ആ രൂപത്തിൽ നന്നായി പഠിക്കുക, നല്ല രൂപത്തിൽ എക്സാം അറ്റൻഡ് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.